അരുണാചലിൽ ബി.ജെ.പി വീണ്ടും അധികാരത്തിലേക്ക്. NPEP ബി.ജെ.പി സഖ്യത്തിന് 51 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആവേശത്തിന് പിന്നാലെയാണ് അരുണാചൽ പ്രദേശിലെ ഉജ്ജ്വല വിജയം. സിക്കിമിൽ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാര മോർച്ചയും അധികാരത്തിലേക്ക് എത്തി. വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെയാണ് ഇന്നലെ 24 മണിക്കൂറാകുന്നു എക്സിറ്റ് പോളുകൾ വന്നിട്ട് NDAക്ക് ആവേശകരമായ മൂന്നാം വട്ടത്തെ അധികാര തുടർച്ചയും പ്രവചനങ്ങളായി വന്നിട്ട്. അതിന് പിന്നാലെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയാണ് അരുണാചൽ പ്രദേശിൽ കൃത്യമായി ഭൂരിപക്ഷം നേടിയതിനു ശേഷമുള്ള രണ്ടാം വട്ടത്തെ ഭരണം ഉറപ്പിച്ച ആ ഒരു സാഹചര്യം എത്രത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സിക്കിമിലെ സാഹചര്യവും ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ച തന്നെയാണല്ലോ അധികാരത്തിലേക്ക്. എങ്ങനെ വിലയിരുത്താം? ലക്ഷ്മി, ഇന്നലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിറകെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. മൂന്നാം മോദി സർക്കാരിന്റെ അല്ലെങ്കിൽ മൂന്നാമതും BJP NDA സർക്കാർ തന്നെ അധികാരത്തിലേറാനാണ് സാധ്യതകൾ, സാഹചര്യമെന്ന് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയതിന് പിറകെയാണ് വീണ്ടും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് BJPക്ക് അനുകൂലമായ വാർത്തകൾ അല്ലെങ്കിൽ സാഹചര്യം പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് അരുണാചൽ പ്രദേശിലെയും സിക്കിമിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഫലമാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ അരുണാചൽ പ്രദേശിൽ മികച്ച ഭൂരിപക്ഷത്തിൽ BJP മൂന്നാം തവണയും സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് ഏറുന്നു. 60-അംഗ നിയമസഭയിൽ 46 സീറ്റുകളാണ് BJP നേടിയെടുത്തത്. നേരത്തെ സഖ്യകക്ഷി എന്നുള്ള രീതിയിൽ BJPയും NPPയും നാഷണൽ പീപ്പിൾസ് പാർട്ടിയും ഒരുമിച്ച് ഭരണം നടത്തിയ സംസ്ഥാനമാണ്. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സഖ്യമില്ലാതെയാണ് BJP മത്സരിച്ചിട്ടുള്ളത്. 60-ൽ 46 സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിലാണ് അരുണാചൽ പ്രദേശിൽ മൂന്നാം തവണ BJP അധികാരത്തിലേക്ക് എത്തുന്നത്. അരുണാചലിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചിട്ടുണ്ട്. BJPയുടെ വിജയത്തിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. വികസന രാഷ്ട്രീയത്തിലും BJP മുൻപോട്ട് വെച്ചിട്ടുള്ള ദേശീയ നിലപാടുകളിലും വിശ്വാസം അർപ്പിച്ച ജനങ്ങളോട് നന്ദി അറിയിക്കുന്നതായും സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കും എന്നുള്ളതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ഒപ്പം ജനങ്ങളോട് മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡുവും നന്ദി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ അരുണാചൽ പ്രദേശിൽ 10ഓളം സീറ്റുകൾ, മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ 10 സീറ്റുകൾ BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതുൾപ്പെടെയാണ് 46 സീറ്റുകളിൽ മികച്ച ഭൂരിപക്ഷം, 60-ൽ 46 സീറ്റുകളുടെ മികച്ച ഭൂരിപക്ഷത്തിൽ BJP അരുണാചൽ പ്രദേശിൽ മൂന്നാമതും ഭരണത്തിലേറിയിട്ടുള്ളത്. അവിടെ നാഷണൽ പീപ്പിൾസ് പാർട്ടിക്ക് 5 സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. NCPക്ക് 3 സീറ്റുകൾ നേടാൻ സാധിച്ചു. അതേസമയം 19 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് അരുണാചൽ പ്രദേശിൽ വിജയം കണ്ടെത്താൻ സാധിച്ചത്. ഒപ്പം സിക്കിമിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ മൃഗീയ ഭൂരിപക്ഷം എന്ന് തന്നെ നമുക്ക് വളരെ അധികമായി എടുത്തു പറയാം. കാരണം വളരെ ചെറിയ സംസ്ഥാനം, ചെറിയ നിയമസഭ, 32 അംഗങ്ങൾ മാത്രമുള്ള നിയമസഭയാണ്. അവിടെ 31 സീറ്റുകളും നേടിക്കൊണ്ടാണ് സിക്കിം ക്രാന്തികാരി മോർച്ച അവിടെ ഭരണ തുടർച്ച നേടിയിട്ടുള്ളത്. ഒരു സീറ്റ് മാത്രമാണ് നിലവിലെ പ്രതിപക്ഷത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ സിക്കിം ക്രാന്തികാരി മോർച്ച തന്നെ ഭരണ തുടർച്ച നേടുന്നു. അരുണാചൽ പ്രദേശിൽ BJP മൂന്നാം തവണയും അതും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ, യാതൊരു തരത്തിലുമുള്ള വെല്ലുവിളിയില്ലാതെ മികച്ച ഭൂരിപക്ഷത്തിലാണ് അരുണാചൽ പ്രദേശിൽ ഭരണ തുടർച്ച നേടിയിട്ടുള്ളത്. അതായത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം വോട്ടിംഗ് പാറ്റേൺ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് വളരെ കൃത്യമായി അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാട്ടിത്തരികയാണ്. ബാക്കി സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള സൂചനയാണ് അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തരുന്നത്. ഒപ്പം ആ സംസ്ഥാനങ്ങളിൽ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPയുടെ ശക്തമായ ചുവടുവെപ്പാണ് ഇനി നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി അരുണാചൽ പ്രദേശിൽ മൂന്നാം തവണയും BJP ഭരണം ഉറപ്പിക്കുമ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അസാമിലും ത്രിപുരയിലും അരുണാചൽ പ്രദേശിലും ബാക്കി സംസ്ഥാനങ്ങളിൽ ചില ഘടകകക്ഷികളുമായി ചേർന്നുകൊണ്ടും മേഘാലയയിലും ഉൾപ്പെടെ ശക്തമായ സ്വാധീനം ഉറപ്പിക്കാനും ഭരണം നേടിയെടുക്കാനും നിലവിൽ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ജിഷ്ണു, ഈ അരുണാചലിലെ വിജയം ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയത്തെ എന്ന് വെച്ചാൽ മോദി സർക്കാർ 3.0 എന്നൊരു സാഹചര്യത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു എന്ന് പറഞ്ഞല്ലോ. അതേ സൂചനകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് 24 മണിക്കൂർ മുൻപ് വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെ തള്ളിക്കൊണ്ട് ഇന്ത്യ സഖ്യം, അത് വലിയ തിരിച്ചടിയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന സൂചനകൾ അതിൽ തന്നെ ഉള്ളതുകൊണ്ട് അതിനെ പിന്തള്ളിക്കൊണ്ടൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങളെയൊക്കെ കുറ്റം പറയുന്നു. അതുമാത്രമല്ല ഇതൊന്നുമല്ല എക്സിറ്റ് പോൾ ഫലങ്ങൾ, പ്രവചനങ്ങളെല്ലാം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ അരുണാചൽ പ്രദേശിലെ വിജയം നോക്കിയാലും ഇതുപോലെ BJPക്ക് വമ്പൻ വിജയമായിരുന്നല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചിരുന്നത് അല്ലേ? 44 മുതൽ 51 സീറ്റുകൾ വരെ ലഭിക്കും എന്നുള്ളതായിരുന്നല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചത്. അതിപ്പോൾ ശരിയായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്.
ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഏകദേശം ആ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് സമാനമായി തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വരിക എന്നുള്ള കണക്കുകൂട്ടലാണ്, വിലയിരുത്തലുകളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു അത്ഭുതമൊന്നും നിലവിലെ സാഹചര്യത്തിൽ സംഭവിക്കാനില്ല എന്നുള്ളതും നമുക്ക് വിലയിരുത്താം. ലക്ഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും BJP NDA സഖ്യത്തിന് വലിയ മുൻതൂക്കം പ്രഖ്യാപിക്കുമ്പോൾ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ചാനലുകളെ ഈ ഏജൻസികളെ എക്സിറ്റ് പോൾ സർവേ നടത്തിയിട്ടുള്ള ഏജൻസികളെ കുറ്റം പറയുകയാണ് നിലവിൽ രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ മുന്നണി നേതാക്കളും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കനത്ത നിരാശയാണ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നത് ഉണ്ടാക്കിയത് എന്ന് നമുക്ക് പറയാതെ വയ്യ. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ NDA സഖ്യം തകർന്നടിയും എന്നുള്ള സൂചനയും BJPയുടെ അപ്രമാദിത്വവുമായിരുന്നു നിലനിന്നിരുന്നെങ്കിൽ വോട്ടെടുപ്പിന്റെ 4, 5, 6 ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ ഒരു പ്രതീക്ഷ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും മുൻപോട്ട് വെച്ചിരുന്നു. അവരുടെ നേതാക്കൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ചിരുന്നു. 3ാം തവണ മോദി പ്രധാനമന്ത്രിയാകില്ല തുടങ്ങിയ വലിയ പ്രഖ്യാപനം രാഹുൽ ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. എന്നാൽ ആ പ്രഖ്യാപനങ്ങളൊന്നും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കടുത്ത നിരാശയിലാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണി നേതാക്കളും. അവരിപ്പോൾ ഈ എക്സിറ്റ് പോൾ സർവേ നടത്തിയിട്ടുള്ള ഏജൻസികളെ കുറ്റം പറയുകയാണ്. അടുത്ത ദിവസം, ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞ് ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഈ കുറ്റമെല്ലാം വോട്ടിംഗ് മെഷീനിലേക്ക് ഈ EVM-നെ കുറ്റം പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാനായിരിക്കും അവരുടെ പരിപാടി എന്നുള്ളതാണ് നിലവിൽ അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിലവിൽ അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും രാഹുൽ ആണെങ്കിലും മറ്റ് ഇന്ത്യ മുന്നണി നേതാക്കളെല്ലാം തന്നെയും എക്സിറ്റ് പോൾ സർവേ നടത്തിയ ഏജൻസികളെ കുറ്റം പറയുകയും അതെല്ലാം മോദിയുടെ ഏജൻസികളാണ്, മോദിയുടെ എക്സിറ്റ് പോളാണ് പുറത്തു വന്നത് തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങളുമാണ് പ്രതിപക്ഷ മുന്നണി നേതാക്കളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ തീർച്ചയായും വോട്ടിംഗ് മെഷീനെതിരെയുള്ള ആരോപണം വീണ്ടും കോൺഗ്രസും പ്രതിപക്ഷ മുന്നണികളും ഉന്നയിക്കും എന്നുള്ള കാര്യത്തിലും നമുക്ക് യാതൊരു സംശയമില്ല. കാരണം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ പരാജയം ഏറ്റെടുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലും അവർ അത് നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 18ാം ലോക്സഭയിലേക്ക് നടന്നിട്ടുള്ള വോട്ടെടുപ്പിന്റെ ഫലം പുറത്തു വരാൻ മണിക്കൂറുകൾ മാത്രമാണ്. നാളെ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ജൂൺ 4-ന് ഏകദേശം ഒരു 10 മണിക്ക് ശേഷത്തോടെ നമുക്ക് വോട്ടിംഗ് പാറ്റേൺ ഏത് രീതിയിലാണ് നടന്നിട്ടുള്ളത്, രാജ്യത്തിന്റെ മനസ്സെങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു സൂചനയായി എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അധിക എക്സിറ്റ് പോളുകളും 350 മുതൽ 415 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് മോദി തുടർ ഭരണത്തിൽ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് എക്സിറ്റ് പോളുകൾ നൽകിയിട്ടുള്ളത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.